പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും എക്കാലവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവം ഞങ്ങളിൽ പ്രസാദിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു വചനമാണ് ഇന്ന് കർത്താവ് സംസാരിക്കുന്നത്. 149 സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ 2 കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം നിങ്ങളിൽ പ്രസാദിക്കും. 2, ദൈവം നിന്നെ അലങ്കരിക്കും അല്ലെങ്കിൽ അനുഗ്രഹിക്കും. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യനിൽ പ്രസാദിക്കുമ്പോഴാണ് അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങളോട് ദൈവം ഒരു കാര്യം ചോദിക്കുക. ദൈവം പ്രസാദിക്കാൻ എന്തെങ്കിലും തടസ്സം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തടസ്സത്തെ നിങ്ങൾ എന്നേക്കുമായി എടുത്തു മാറ്റണം. ഇസ്രായേൽ മക്കൾ ഒരിക്കൽ തങ്ങൾക്ക് ലഭിക്കേണ്ട വാഗ്ദത്ത ദേശത്ത് വാഴുന്ന ശത്രുവിനെ കണ്ട് അവരൊന്ന് ഭയപ്പെട്ടു. ഉടനെ അവരുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ദൈവമനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ പാലും തേനും ഒഴുകുന്ന കനാൻ നാട് നമുക്ക് തന്നിരിക്കും. ഇപ്പൊ എല്ലാത്തിനും വേണ്ടത് ദൈവപ്രസാദമാണ്. ചോദ്യം, ധന്യനായ പൗലോസ് ഗലാത്യ സഭയോട് ചോദിക്കുക, ഇപ്പോൾ നിങ്ങൾ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നു? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ ദാസനായിരിക്കാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ മനുഷ്യരെയാണോ പ്രസാദിപ്പിക്കുന്നത്, ദൈവത്തെയാണോ? നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, ഈ ദിവസം അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. എന്നിട്ട് അടുത്ത ഭാഗം എഴുതിയിരിക്കുക, സ്തോത്രം, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് താഴ്മയാണ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കർത്താവിന്റെ സന്നിധി താഴ്വീൻ, എന്നാൽ അവൻ നിന്നെ ഉയർത്തും. ഉയർച്ചയുടെ രഹസ്യം താഴ്മയാണ്. എവിടെ താഴ്മയുണ്ടോ അവിടെ ഉയർച്ചയുണ്ട്. നമുക്ക് ഒന്നിച്ചു പറയാം, കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ദൈവസന്നിധി താഴുമ്പോൾ ഞങ്ങളെ ഒന്ന് ഉയർത്തണമേ. 2 സന്ദേശം, ദൈവം നിന്നിൽ പ്രസാദിക്കാനും ദൈവം നിന്നെ അനുഗ്രഹിക്കാനും അലങ്കരിക്കാനും സമയമായിരിക്കണം. ഇനിയും ഒരുങ്ങാൻ സമയമില്ല, വേഗത്തിൽ ഒരുങ്ങണം. ദൈവം നിന്നിൽ പ്രസാദിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നിച്ചൊന്ന് കണ്ണടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവം പ്രസാദിക്കാതെ വണ്ണം മനുഷ്യ മനസ്സുകളെ കീഴടക്കുന്ന അന്ധകാര പൈശാചിക ദുഷ്ടശക്തികളെ വഴിമാറ്റിക്കൊണ്ട് ആമീൻ കർത്താവേ, ഇവരിലേക്കൊരു ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം നിന്നെ പ്രസാദിക്കും. ഗോഡ് ബ്ലെസ് യു.